ക്രൂശിന്മേൽ തൻ ചങ്കത്തിൽ നിന്നൊഴുകും രക്തം പാപക്കറ നീങ്ങുമതിൽ മുങ്ങിത്തീർന്നാലാരും പാപക്കറ നീങ്ങുമതിൽ ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരികയാണ്. കർത്താവിൻ്റെ വചനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ തിരുമൊഴികളിൽ 4-ാമത്തെ തിരുമൊഴി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് കർത്താവ് ചോദിക്കുന്ന ആ ചോദ്യത്തെക്കുറിച്ചാണ് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കണ്ടതുപോലെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. മാർട്ടിൻ ലൂഥർ പറഞ്ഞ വാക്ക് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. ഗാഡ് ഹാസ് ഫോർസേക്കൻ ഗാഡ്, ഹൂ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? ദൈവത്തെ കൈവിടുകയോ ആർക്കാണിത് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യമാണ് കാൽവരി ക്രൂശിൽ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് അദൃശ്യ ലോകത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. ദൃശ്യലോകത്തിലെ യാഥാർത്ഥ്യങ്ങൾ മാത്രമേ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുവാനും വിശകലനം ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ. അദൃശ്യ ലോകത്തിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ആത്മാവിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആത്മയാഥാർത്ഥ്യങ്ങൾ, ദൃശ്യയാഥാർത്ഥ്യങ്ങളുണ്ട്, ആത്മയാഥാർത്ഥ്യങ്ങളുണ്ട്. യേശുക്രിസ്തു എന്തുകൊണ്ട് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിക്കുന്നു? എന്തുകൊണ്ട് യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം പ്രത്യക്ഷത്തിലെങ്കിലും കൈവിട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു? അല്ലെങ്കിൽ അതുകൊണ്ട് എന്തുകൊണ്ട് കർത്താവ് ആ കാര്യത്തെ ചെയ്യുന്നു? ക്രൂശിൻ്റെ വേദനയിൽ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞേക്കാം, കാൽവരി ക്രൂശിൻ്റെ വേദന അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ മാനുഷികമായി യേശു കർത്താവ് അവൻ കൈവിടപ്പെട്ടു വന്ന നിലയിലേക്ക് അവന് ആ വേദന അവനെ അതിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞേക്കാം. തീർച്ചയായും കാൽവറി ക്രൂശിൽ വേദന ഉണ്ട്. വേദന ഇരുന്ന് പറയാൻ പറ്റില്ല. രാവിലത്തെ നമ്മുടെ സെഷനിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്താണ് ഫിസിക്കൽ റിയാലിറ്റീസ് ഒരു റിയാലിറ്റി തന്നെയാണ്. വേദന എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമാണ്. കഷ്ടത എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമാണ്. ഒരു മനുഷ്യൻ്റെ കൈകളിൽ ആണിയടിച്ച് കയറ്റിയാൽ ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ ആളുകൾ സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാകാം, യേശു ദൈവമല്ലേ? യേശു ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് ഈ വേദന അവന് അനുഭവിക്കണം? ഹിസ് ഗോഡ്ലി ആ ദൈവികമായ അവസ്ഥയിൽ അവന് വേണമെങ്കിൽ ഈ വേദനയെ എന്ത് ചെയ്യാം? ചേർത്ത് നിൽക്കാം. വേദന അനുഭവിക്കേണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ട. എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന വേദന എനിക്ക് അനുഭവിക്കേണ്ടെന്ന് വെച്ചാൽ അനുഭവിക്കേണ്ടെന്നില്ല. കാര്യം ഞാനൊരു വെറും മനുഷ്യൻ മാത്രമാണ്. എനിക്ക് വേണമെങ്കിലുണ്ട്, വേണ്ടെങ്കിലില്ലെന്ന് പറയാൻ പറ്റും? നമുക്ക് ആർക്കെങ്കിലും പറയാമോ? വേദന എന്തുവാ, നമുക്ക് അനുഭവിച്ചാൽ അനുഭവിച്ചു, ഇല്ലെങ്കിലില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വേദന ഒരു ഫിസിക്കൽ റിയാലിറ്റിയാണ്. എന്നാൽ യേശുവിന് വേണമെങ്കിൽ വേദന ഒരു ഫിസിക്കൽ റിയാലിറ്റി അല്ലാതാക്കാൻ കഴിഞ്ഞേനെയും വേണമെങ്കിൽ, ബിക്കോസ് ഹി ഈസ് ഗാഡ്. എന്നാൽ അത് യേശു ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? അവൻ ഒരു പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ തന്നെ ആരുമായിരുന്നു? ഒരു പൂർണ്ണ മനുഷ്യനുമായിരുന്നു. യേശു ശരിക്കും ഇതുപോലെ തന്നെ വേദന എടുത്തോ? യെസ്. എനിക്ക് വേദനിക്കുന്നത് പോലെ തന്നെ യേശുവിനും വേദനിച്ചു. എനിക്ക് വിശക്കുന്നത് പോലെ യേശുവിന് വിശന്നു. എനിക്ക് ദാഹിക്കുന്നത് പോലെ യേശുവിന് ദാഹിച്ചു. എനിക്ക് വേദന എടുക്കുന്നത് പോലെ യേശുവിന് വേദനിച്ചു. അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എടുത്ത ഒരു വലിയ തീരുമാനമുണ്ട്. അവൻ ദൈവത്തോടുള്ള, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ ആണ് നമ്മളത് കാണുന്നത്. ആ ഭാഗം നമുക്ക് പലപ്പോഴും ഞാൻ ക്രിസ്തുവേശുള്ള ഭാവം എന്ന് പറഞ്ഞ് എൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മെസ്സേജ് അതിനകത്തുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഞാനിവിടെ വിശദമാക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് വാട്ട് ഹി വാസ് ഡൂയിങ്? താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് യേശു കർത്താവ് എടുത്ത പ്രധാനപ്പെട്ട, വെൻ ഹി വാസ് കമ്മിങ് ഡൗൺ ടു ദ വേൾഡ്, വെൻ അറ്റ് ദ ടൈം ഓഫ് ഇൻകാർണേഷൻ, യേശു എടുത്ത പ്രധാനപ്പെട്ട തീരുമാനം എന്താണ്? അവനെടുത്ത പ്രധാനപ്പെട്ട തീരുമാനം അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കുക. അതോടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ വായിക്കുന്നത് 2-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള ഭാഗം വായിക്കുമ്പോൾ, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അവന് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളാമായിരുന്നു. പക്ഷേ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പ് തന്നെ അവൻ തീരുമാനിച്ചു, ഞാൻ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും തന്നെ ദൈവത്തോടുള്ള സമത്വം സൂക്ഷിച്ചു കൊള്ളുകയില്ല. He never wanted to keep equality with God because he wanted to become like a man, a total man, a complete man. പൂർണ്ണ മനുഷ്യനാകാനുള്ള അവൻ്റെ ഡിസിഷനാണ്.
അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് അവൻ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ അത്ഭുതം പ്രവർത്തിച്ചെങ്കിലും അവൻ ഒരിക്കൽ പോലും അവന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചില്ല. മറ്റുള്ളവർക്ക് വിശന്നപ്പോൾ അവൻ ഭക്ഷണം കൊടുത്തെങ്കിലും അവന് വിശന്നപ്പോൾ അവൻ ഭക്ഷണം ഉണ്ടാക്കിയെടുത്തില്ല. മറ്റുള്ളവർക്ക് വേദനിച്ചപ്പോൾ അവൻ്റെ വേദന മാറ്റിക്കൊടുക്കാൻ അവൻ പരിശ്രമിച്ചെങ്കിലും അവന് വേദനിച്ചപ്പോൾ ആ വേദന അവൻ വേണ്ടെന്ന് വെച്ചില്ല. ബിക്കോസ് ഹി വാസ് മാൻ. ഭൂമിയിൽ വിശന്നവനായി നിൽക്കാൻ മനസ്സുള്ളവനായിരുന്നു യേശുവെങ്കിൽ ക്രൂശിൽ വേദനിക്കുന്നവനായി നിൽക്കാനും യേശു മനസ്സുള്ളവനായിരുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. ഭൂമിയിൽ വിശന്നവനായിരിക്കാൻ മനസ്സുള്ളവനായിരുന്നു യേശുവെങ്കിൽ ക്രൂശിൽ വേദനിക്കുന്നവനായി മനുഷ്യത്വത്തിൽ തുടരാൻ അവൻ തയ്യാറായിരുന്നു. He was not using his divine power to ease his pain. അവൻ്റെ വേദനകളെ ലളിതവൽക്കരിക്കുവാൻ വേണ്ടി അവൻ അമാനുഷികമായി ഒന്നും ചെയ്തില്ല. മനുഷ്യൻ്റെ എല്ലാ വേദനകളും അവൻ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ്റെ ഫിസിക്കൽ സ്റ്റേജിൽ ആസ് എ മാൻ ഹി ക്യാൻ ഈസിലി, അത് അങ്ങനെ പറഞ്ഞാൽ പോലും കുറ്റമല്ലെന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഫിസിക്കൽ വേയിൽ പറഞ്ഞാൽ പോലും കുറ്റമല്ല. കാര്യം മാനുഷികമായി അത്രയ്ക്കും വേദന അവൻ ഏറ്റെടുത്തു. പക്ഷെ ഒരു മനുഷ്യനെന്ന നിലയിൽ യേശുവിനെ ദൈവം, പിതാവായ ദൈവം കൈവിടുമോ? അവിടെയാണ് ചോദ്യം. എന്തുകൊണ്ട് ദൈവം യേശുവിനെ കൈവിട്ടു? എന്തുകൊണ്ട് ദൈവം യേശുവിനെ അവൻ്റെ വേദന അനുഭവിക്കാനായിട്ട് അനുവദിച്ചു കൊടുത്തു? യേശുവിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ പറഞ്ഞു, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. അവൻ തന്നെ തന്നെ ശൂന്യനാക്കി എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച്, അതായത് അവൻ്റെ ദൈവികതയുടെ എബിലിറ്റീസ്, ദൈവികതയുടെ പ്രത്യേകതകളൊന്നും ഭൂമിയിൽ ഇരിക്കുമ്പോൾ തനിക്ക് വേണ്ടി അവൻ ഉപയോഗിക്കാതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ എന്ന് നമ്മൾ പറയുന്നതൊക്കെ അവൻ്റെ കമ്പാഷൻ്റെ ഭാഗമാണ്, അവൻ്റെ മനസ്സലിവിൻ്റെ ഭാഗമാണ്. അല്ലാതെ ആരെയും വരുത്താൻ വേണ്ടിയല്ല കർത്താവ് അത്ഭുതമൊന്നും പ്രവർത്തിച്ചത്. അവൻ്റെ മനസ്സലിവിൻ്റെ ഭാഗമാണ്, മനസ്സലിവ്. എന്നാൽ അവൻ തന്നെത്താൻ എംപ്റ്റി ചെയ്തതുകൊണ്ട് മാനുഷികതയിൽ അവൻ അനുഭവിക്കേണ്ട ഏത് സാഹചര്യത്തെയും നേരിടേണ്ടി വന്നപ്പോൾ അവൻ ദൈവികതയെ എംപ്റ്റി ചെയ്താണ് എങ്ങോട്ട് വന്നത്? അവൻ്റെ ബീയിങ്ങിലല്ല, അവൻ്റെ ശക്തിയിൽ, അവൻ്റെ അധികാരത്തിൽ. അല്ലാതെ ഒരിക്കലും ദൈവത്തിന് ദൈവം അല്ലാതാകാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ദൈവത്തിന് ദൈവം അല്ലാതാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ്റെ ബീയിങ്ങിൽ അവൻ എല്ലായ്പ്പോഴും ആര് തന്നെ ആയിരുന്നു? ദൈവമായിരുന്നു. പക്ഷേ അവൻ്റെ അധികാരത്തിൽ അവൻ ദൈവമായിരുന്നില്ല. അല്ലെങ്കിൽ അവൻ്റെ അധികാരമാണ് അവൻ ഒഴിഞ്ഞത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ തീരുമാനിച്ച കാര്യം അതാണ്, മറ്റൊന്നുമല്ല. എന്ത്? ഞാൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ ദൈവമാണ്, തീർച്ചയായിട്ടും യേശു ദൈവമാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് ദൈവത്തെ ഒഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ ദൈവത്തിന് ഒഴിയാൻ കഴിയുന്ന ഏക കാര്യം എന്താണ്? അവൻ്റെ അധികാരം. അത് കർത്താവ് ഉപയോഗിക്കാതിരുന്നു. അതുകൊണ്ട് മാനുഷികമായി ഏതൊരു മനുഷ്യനും അനുഭവിക്കുന്ന സകല വേദനയും യേശു കർത്താവോട് അനുഭവിച്ചു. എവറി കൈൻഡ് ഓഫ് പെയിൻ, ക്രൂശിൻ്റെ സകല വേദനയും മാനുഷികമായി അവൻ അനുഭവിച്ചു. ഒരുപക്ഷെ ആ മാനുഷികതയിൽ അവൻ നിലവിളിച്ചാലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ മാനുഷികതയ്ക്കപ്പുറത്ത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവം കൈവിട്ട അവസ്ഥ എന്ന് പറയുന്നത് മാനുഷികമായി ഫിസിക്കൽ സ്റ്റേജിലുണ്ട്, അതേപോലെ തന്നെ ആത്മതലത്തിലുമുണ്ട്. ദൃശ്യലോകത്തിൽ യേശു അനുഭവിക്കുന്നതായ വേദന കൊണ്ട് ഒരുപക്ഷെ യേശുവിന് പറയാം, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് പറയാം. അത് പറഞ്ഞാൽ ഒരു കുറ്റവുമില്ല. കാരണം അവൻ മനുഷ്യനാണ്, അവൻ പറയണം. അവനത് പറയത്തക്ക രീതിയിൽ വേദന അനുഭവിച്ചു. അതുകൊണ്ടാണ് അവൻ എനിക്ക് സമനായിത്തീരുന്നത്. അതുകൊണ്ടാണ് അവൻ എന്നോട് സഹതാപം കാണിക്കാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനായിത്തീരുന്നത്. എന്നെപ്പോലെ വേദനിച്ചതുകൊണ്ടാണ്. എന്നെപ്പോലെ വേദനിക്കാത്ത ഒരാളായിരുന്നു യേശുവെങ്കിൽ എന്നോട് സഹതാപം കാണിക്കാൻ അവന് കഴിയുകയില്ലായിരുന്നു. എബ്രായ ലേഖനകാരൻ പറയുന്നത് എന്താണ്? നമ്മളോട് സഹതാപം കാണിക്കാൻ കഴിവില്ലാത്തവനല്ല. എന്തുകൊണ്ട്? പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്ക് ഉള്ള മഹാപുരോഹിതൻ. അവൻ കാൽവറി ക്രൂശിൽ ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന വേദനയുടെ മാക്സിമം പെയിൻ അനുഭവിച്ചു തീർന്നു. ദാറ്റ് ഈസ് പോസിബിൾ. എന്നാൽ സ്പിരിച്വൽ സ്റ്റേജ് എന്താണ്? എന്തുകൊണ്ട് ദൈവം യേശുവിനെ നോക്കിയിട്ട് കണ്ണടച്ചു? ദൈവം യേശുവിനെ നോക്കിയിട്ട് കണ്ണടച്ചതിൻ്റെ സിമ്പലാണ് വാസ്തവത്തിൽ അവിടെ ഉണ്ടാകുന്ന കൂരിരുട്ടെന്ന് പറയുന്നത്. അതായത് കാൽവറി ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന തൻ്റെ സ്വന്തം മകനെ ദൈവം നോക്കിയിട്ട് കണ്ണടച്ചു.
ദേശത്തെല്ലായിടവും ഇരുട്ടുണ്ടായി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൈനാണ്. അത് അതാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും പല ഫിസിക്കൽ റിയാലിറ്റീസും ഈ ഭൗതികമായ ദൃശ്യമായ പല യാഥാർത്ഥ്യങ്ങളും അദൃശ്യമായ ആത്മസത്യങ്ങളുടെ പ്രകാശനങ്ങളാണ്. അതിൻ്റെ അർത്ഥം അത് ദൃശ്യലോകത്ത് നടന്നില്ലെന്നല്ല. ദൃശ്യലോകത്ത് നടന്നു. ദൃശ്യലോകത്ത് നടക്കുമ്പോഴും എന്താണ് അത്? അദൃശ്യ ലോകത്ത് നടക്കുന്ന ആത്മയാഥാർത്ഥ്യങ്ങളുടെ ആത്മസത്യങ്ങളുടെ പ്രകാശനമാണ് ദൃശ്യലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ. ആ ഇരുട്ട് എല്ലാവരും കണ്ടു, എല്ലാവരും അനുഭവിച്ചു, എല്ലാവരും മനസ്സിലാക്കി. അവിടെ ഉണ്ടായിരുന്ന സകല ആളുകളും ആ ഇരുട്ട് കണ്ടു, അല്ലെങ്കിൽ ആ ഇരുട്ടിലായി തീർന്നു. ദാറ്റ് ഇസ് എ ഫിസിക്കൽ റിയാലിറ്റി. അറ്റ് ദ സെയിം ടൈം ഒരു യാഥാർത്ഥ്യത്തിൻ്റെ, ഒരു ആത്മീയ സത്യത്തിൻ്റെ ഒരു പ്രദർശനമാണ്, അല്ലെങ്കിൽ പ്രകാശനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ട് യേശുവിനെ നോക്കിയിട്ട് പിതാവ് കണ്ണടച്ചു? 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപം അറിയാത്തവനെ പാപം ആക്കി. പാപം അറിയാത്തവനെ പാപിയാക്കുകയല്ല. ശ്രദ്ധിക്കണം, യേശു ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും യേശു പാപിയായിട്ടില്ല. അവൻ നമുക്ക് വേണ്ടി പാപിയായി തീർന്നെന്ന് ആരും പറയരുത്. ഞാൻ പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഞാനൊരു പാപിയായിരുന്നു, എനിക്ക് പകരമായിട്ട് അവൻ പാപിയായെന്ന് പറയരുത്. അവൻ ഒരിക്കലും എന്തായില്ല? പാപിയായില്ല. പ്രത്യുത ദൈവം അവനെ എന്താക്കി? പാപം ആക്കി. എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ പാപങ്ങളെല്ലാം, എൻ്റെ പാപം മാത്രമല്ല, ലോകത്തിലുള്ള സകല മനുഷ്യവർഗത്തിൻ്റെയും ആദാം മുതൽ ഇങ്ങോട്ട്, ആദാം റിബല്യസ് ആയിട്ട് പഴം പറിച്ചു തിന്ന, അല്ലെങ്കിൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്ന് ദൈവത്തോട് മത്സരിച്ച മത്സരമാണല്ലോ ആദ്യത്തെ പാപം. ദാറ്റ് വാസ് ദ ഫസ്റ്റ് സിൻ എവർ ഹാപ്പൻഡ് ഇൻ ദ ലൈഫ് ഓഫ് മാൻകൈൻഡ്. മനുഷ്യ കുലത്തിൽ, മനുഷ്യ ജീവിതത്തിൽ ആദ്യം നടക്കുന്ന കാര്യം ആദാം റിബല്യസ് ആയിട്ട് പഴം പറിച്ചു നിന്നാണ്. അന്നത്തെ ആ പാപം മുതൽ ലോകത്തിന്റെ അന്ത്യത്തിൽ കർത്താവ് തിരിച്ചു വരുമ്പോൾ ആ നിമിഷത്തിൽ മനുഷ്യൻ ചെയ്തിട്ടുള്ള പാപങ്ങൾ എന്താണോ അതുവരെയുള്ള ലോകത്തിലെ സകല പാപങ്ങളെയും യേശു ഏറ്റെടുത്ത് ഹി ബിക്കെയിം സിൻ. God made him sin. അവനെ പാപമാക്കി. ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപമെല്ലാം കൂടെ ഒരുക്കി കൂട്ടി വെച്ച് അതിനൊരു മനുഷ്യരൂപം കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അതാണ് കാൽവറി ക്രൂശിൽ തൂങ്ങിയാടുന്നവനായ യേശു. ആ പാപത്തെ നോക്കാൻ കഴിയാതെയാണ് പിതാവായ ദൈവം കണ്ണുകൾ അടയ്ക്കുന്നത്. When he was looking at the cross, he was not seeing his own son who is hanging on the cross, but he was seeing the sin of the mankind. മനുഷ്യവർഗത്തിൻ്റെ പാപം കാൽവറി ക്രൂശിൽ തൂങ്ങിയാടുകയാണ്. And the holy God could not just look at him. അവനെ നോക്കാൻ വിശുദ്ധനായ ദൈവത്തിന് കഴിയുന്നില്ല. ഇതാണ് ആത്മയാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ദൈവം സ്വന്തം പുത്രൻ കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ കൈവിടുന്നത്, അഥവാ അതിനെ ശ്രദ്ധിക്കാത്തത്, അതല്ലെങ്കിൽ അവൻ്റെ നിലവിളി കേൾക്കാത്തത്. 22 സങ്കീർത്തനത്തിൽ നീ എൻ്റെ നിലവിളി എന്താണ് കേൾക്കാത്തത്? യേശുവിൻ്റെ നിലവിളി അവന് കേൾക്കാൻ കഴിയുന്നില്ല. കേൾക്കാൻ കഴിയുന്നില്ലെന്ന് തന്നെയല്ല, കേട്ടിരുന്നെങ്കിൽ എന്തായിരുന്നേനേയും സ്ഥിതി എന്ന് നിങ്ങൾ ആലോചിക്കണം. പുത്രന്റെ നിലവിളി പിതാവ് കേട്ടിരുന്നെങ്കിൽ പിന്നീട് ഈ യുഗങ്ങളിലെ മുഴുവൻ ആളുകളും എന്ത് ചെയ്തേണ്ടി വന്നേനേയും? പാപത്തിൽ തന്നെ തുടരേണ്ടി വന്നേനേയും. അവരുടെ പാപം അവരിൽ നിന്ന് എടുക്കപ്പെടുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവുകയില്ല. അവർക്കൊരു നമ്മളെല്ലാവരും നമ്മുടെ പാപത്തിൽ മരിക്കുന്ന സ്റ്റേജ് ഉണ്ടായേനെ, പാപത്തിൽ മരിക്കുന്ന സ്റ്റേജ്. അതുകൊണ്ട് when God was looking at us and the Son, ഇതിൽ ആരെങ്കിലും ഒരാളെ മാത്രമേ രക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഒരാളെ മാത്രമേ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ഇമ്മാനുവേൽ തൻ ചങ്കത്തിൽ നിന്നൊഴുകും രക്തം പാപക്കറ നീങ്ങുമതിൽ മുങ്ങിത്തീർന്നാലാരും പാപക്കറ നീങ്ങുമതിൽ
എൻ പേർക്കേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. ക്രൂശിൽ പാപശാന്തി കണ്ടിയുറവയിൽ അവനെപ്പോ ഞാനും ദോഷി കണ്ടേൻ പ്രതിശാന്തി. അവനെപ്പോ ഞാനും ദോഷി പ്രതിശാന്തി. തന്മുറിവിൻ രക്തനീർ ഞാൻ കണ്ടന്നു മുതൽ തൻ വീണ്ടെടുപ്പിൻ സ്നേഹം താനെൻ ചിന്തയിന്നുമെന്നും. വീണ്ടെടുപ്പിൻ സ്നേഹം താനെൻ ചിന്തയിന്നുമെന്നും. ഈ നാവു ശവക്കുഴിക്കുള്ളിൽ മൗനമെന്നാൽ എന്നാത്മാവ് പാടുമുന്നതത്തിൽ. മൗനമെന്നാൽ എന്നാത്മാവ് യേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി.